ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസ്സിസ് ടേസ്റ്റി പാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് ടൗൺ ഏരിയയിൽ മാത്രം ഫേമസ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ കോഴിക്കോട് ടൗൺ ഏരിയയിലുള്ളവർക്കൊക്കെ ഇത് നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഇഷ്ട് കറിയാണ് കേട്ടോ അത്. ചിക്കൻ ഇഷ്ട് കറി അല്ലെങ്കിൽ ചിക്കൻ സ്റ്റ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കോഴിക്കോട് ടൗൺ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു കോമ്പിനേഷൻ നെയ്ച്ചോറും ഇഷ്ട് കറി എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ കറി തയ്യാറാക്കിയിട്ട് നമ്മൾ നെയ്ച്ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വേണേലും കഴിക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല, എങ്ങനെ അത് തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കും നോക്കേണ്ടത് നമുക്ക്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാട് വലിയ പീസാക്കിയിട്ട് ചെയ്യരുത്. ചെറിയ പീസിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സവാള ഒന്നും ചേർക്കരുത് കേട്ടോ. ഇത് വളരെ ചെറിയൊരു സവാളാണ്. ഇനി മീഡിയം സൈസ് വലിപ്പം ഉള്ളതാണെങ്കിൽ അതിൽ ഒരു 1/2 ഭാഗം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 20 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും അധികം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും ചതച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 5 ഗ്രാമ്പു, അതുപോലെ തന്നെ 5 ഏലക്ക, ഒരു 2-3 കഷ്ണം പട്ട, അതും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ഗരം മസാല പൊടിയായിട്ട് ചേർത്ത് കൊടുക്കരുത്, ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതായത് വലിയ ജീരകം പൊടിച്ചത്. ഇനി മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അത് ഞാൻ വലിയൊരു പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഈ തൊലി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ 1-2 കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി. ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അതൊരു 2-2.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ പച്ച തക്കാളി ഇല്ലേ, അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പച്ച തക്കാളിയാണ് ഇതിൽ സാധാരണയായിട്ട് ചേർത്ത് കൊടുക്കാറ്. അത് ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പച്ച തക്കാളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. അതല്ല നിങ്ങൾ കുറച്ചൊക്കെ ചെയ്യുന്നുള്ളൂ എങ്കിൽ തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കല്യാണ വീട്ടിൽ വെപ്പുകാരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ പച്ച തക്കാളിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുക്കറിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ സാധാരണ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പിൻ്റെ അടുത്ത്, 1/4 കപ്പ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. അതൊന്ന് ആ പാത്രം മുഴുവനായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിലും ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് മാറും കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 3 ഫിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതവിടെ 3ാമത്തെ ഫിസിൽ വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഓഫാക്കാണ്. അപ്പോൾ ഇവിടെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോ ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്നും ഉടച്ച് കൊടുക്കേണ്ട, ഒരു 2-3 പീസ് എടുത്തിട്ട് ഉടച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും. ഇനി ഇത് ബീഫിൽ ചെയ്യുന്ന ഒരു റെസിപ്പി ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഇത് വഴറ്റിയിട്ടല്ല ചെയ്യാറ്, ഡയറക്റ്റ് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ ആദ്യം എന്താ പറയുക സവാള വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 2-2.5 കപ്പിൻ്റെ അടുത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ ഈ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരുപാട് വെള്ളം പോലെ ഉള്ള അല്ലെങ്കിൽ ലൂസായിട്ടുള്ളതൊന്നും ചേർത്ത് കൊടുക്കരുത്. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. കാരണം പാല് പിരിഞ്ഞു പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകത്തില്ല. അപ്പോൾ അതാ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫാക്കാണ്. ഒരുപാട് തിളച്ച് പതിഞ്ഞ് വരരുത് കേട്ടോ. അപ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തീ ഓഫാക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോട്ടുകാരുടെ മാത്രം സ്വന്തമായിട്ടുള്ള ചിക്കൻ സ്റ്റ്യൂ അല്ലെങ്കിൽ ചിക്കൻ ഇസ്റ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂട്ടിയിട്ടൊന്ന് നെയ്ച്ചോറ് കഴിച്ച് നോക്കൂ. നിങ്ങൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ടൗണിൽ മാത്രമുള്ളൂ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കുറേ അങ്ങ് ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ പല കറിയാണ് നെയ്ച്ചോറിനെ കഴിക്കാറ്. ചിലർ പരിപ്പ് കറിയാണ്, ചില ഭാഗത്ത് മസാലക്കറിയാണ്, ചിക്കൻ മുളകിട്ടതാണ് ചില സ്ഥലത്ത്, പിന്നെ ചിക്കനും കുമ്പളങ്ങും കൂടി കറി വെച്ചിട്ടൊക്കെയാണ് കഴിക്കുക. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നെയ്ച്ചോറിന്. ഈ നെയ്ച്ചോറിൻ്റെ കുറച്ച് ചോറും കുറച്ച് കൂടുതൽ കറി ഒഴിച്ചിട്ട് ഇതിങ്ങനെ കഴിക്കണം. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. ഈ ഒരു ചിക്കൻ സ്റ്റീൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒറിജിനൽ റെസിപ്പിയാണ് കേട്ടോ. കല്യാണത്തിന് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണില്ലേ അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.